മലയോര മേഖലയിലെ ജനങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് അവർ നേരിടുന്ന പട്ടയഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. എന്താണ് ജനോപകാരപ്രദമായ ആ ചട്ടങ്ങൾ? ഒരാൾക്ക് സർക്കാർ പട്ടയം നൽകി പതിച്ചു നൽകിയ ഭൂമി ആൾ വകമാറ്റി ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ, അതിന് ക്രമീകരണം അഥവാ നിയമസാധൂകരണം നൽകുന്നതാണ് ചട്ടം. രണ്ടാമതൊരു ചട്ടം കൂടി ഇതിന്റെ തുടർച്ചയായി സർക്കാർ കൊണ്ടുവരികയാണ്. ഒരു വ്യക്തിക്ക് കൃഷിക്കും വീട് വയ്ക്കാനുമായി സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നു. പക്ഷെ ജീവിക്കാനുള്ള മറ്റാവശ്യങ്ങൾക്കായി ആ വ്യക്തി ആ ഭൂമി ഉപയോഗിക്കുന്നു. ഇതിന് നിയമസാധൂകരണം നൽകുന്നതാണ് അടുത്ത ചട്ടം. മലയോര മേഖലയിൽ പട്ടയഭൂമി കൈവശമുള്ളവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യം പരിഹരിക്കുന്നതിനാണ് ഈ ചട്ടങ്ങൾ. നിശ്ചിത ഫീസ് അടച്ചാണ് ഭൂമി ക്രമീകരിക്കുന്നത്. സർക്കാർ ഭൂമി ലഭിച്ച ഏതൊരാൾക്കും അവരുടെ ജീവനോപാധിക്കായുള്ള സ്വതന്ത്ര വിനിയോഗത്തിന് തടസ്സമുണ്ടാകരുത്. വീട് നിർമ്മാണത്തിനുള്ള ഭൂമിയുടെ കാര്യത്തിൽ ഒരു ഇളവുണ്ട്. താമസത്തിനുള്ള വീട് നിർമ്മാണത്തിനായി നൽകിയ ഭൂമി മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ചാൽ മാത്രമേ ക്രമീകരണം ആവശ്യമുള്ളൂ. അപേക്ഷാ ഫീസ് മാത്രം നൽകി ഭൂമി ക്രമീകരിക്കും. പട്ടയഭൂമി നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ കൈമാറാൻ സാധിക്കൂ. പക്ഷേ അത് ലംഘിച്ച് കൈമാറിയാൽ അത് വാങ്ങുന്നയാൾക്ക് ന്യായവിലയുടെ നിശ്ചിത ശതമാനം ഫീസ് അടച്ച് നിയമസാധുത ഉറപ്പാക്കാം. പക്ഷേ ആ കൈമാറ്റം തെറ്റ് തന്നെയാണ്. വ്യവസ്ഥ ലംഘിച്ചതിന് നിയമപരമായ നടപടിയുണ്ട്. അതിൽ അകാല കൈമാറ്റം സാധൂകരിക്കാനുള്ള നടപടി മാത്രമേ ഇതിന്റെ ഭാഗമായിട്ടുള്ളൂ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.